കെ.എസ്.ആർ.ടി.സിയിലെ പ്രിയദർശിനി സൗജന്യ യാത്ര വമ്പൻ ഹിറ്റാണെന്ന് കേരളത്തിലെ കുറച്ച് കൂലിയെഴുത്ത് മാപ്രകളെ കൊണ്ട് പറയിക്കുന്നതിനപ്പുറം ഏഷ്യാനെറ്റ് ഈ വാക്കും കേട്ടുകൊണ്ട് നേരെ സാധാരണക്കാരായ സ്ത്രീകളുടെ അടുത്തേക്ക് കോലും തൂക്കി ചെന്നു. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണമാണല്ലോ വമ്പൻ ഹിറ്റാവുക. ചെന്ന് മൈക്ക് വെച്ചു കൊടുത്തു. ഏത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെടുമങ്ങാടേക്കൊക്കെ പോകുന്നവരടുത്തേക്ക് നേരെ ചെന്നിട്ട് സൗജന്യ ബസ് യാത്രയെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചതും പറഞ്ഞ മറുപടികളിൽ ഞങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. വമ്പൻ ഹിറ്റാണോ അല്ലയോ എന്ന് അവരുടെ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും. ഇതിനകത്ത് സംഭവം എഴുതിയിട്ടുണ്ട്. എന്താ? പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. എന്താ അത് സംഭവം അറിയോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഏത് സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര കൊടുക്കുന്നത്? വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി വിടുന്നുണ്ട്. എല്ലാ റൂട്ടുകളിലും ഓരോ വണ്ടി വീതം വിടുന്നു. അതാണോ സൗജന്യ യാത്ര? നമ്മൾ സാധാ ബസ്സിൽ തന്നെ വരണത്. സൂപ്പർ ബസ്സിലാണോ? സൂപ്പർ ബസ്സിൽ തന്നെ പൈസ കൊടുത്ത് തന്നെ വരണത്. അതെന്ത് പറ്റി? ഓർഡിനറി ബസ്സില്ലേ അവിടെ? ഒരു ബസ്സല്ലേ ഉള്ളൂ, ഒരു ഏരിയയിൽ ഒരു ബസ്സേ ഉള്ളൂ. ആ എത്ര മണി വരെ ഒന്നും അറിയാനും പാടില്ല. ഏതാ സ്ഥലം? ഏതാ? വട്ടപ്പാറ. എത്ര മണിക്ക് അവിടെ ബസ്സുള്ള ഓർഡിനറി ബസ്? അത് എത്ര മണിക്കെന്ന് അറിയില്ല. ഒരു ബസ്സുള്ളൂ? ഒരു ബസ്, ഒറ്റ ബസ്സേ ഉള്ളൂ. ഓരോ ഏരിയയിൽ ഓരോ ബസ്സേ വിട്ടിട്ടുള്ളൂ. പ്രിയദർശിനി ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ഈ പോകുന്ന ആരനാട് ബസ്സാണ്, വെള്ളനാട് ആരനാട് ബസ്. എല്ലാ ബസ്സും സിറ്റി പാസിനാണ് എഴുതിയിട്ടേണ്. നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോണേന് 43 രൂപയും കൊടുക്കണം. സിറ്റി പാസ്. ഇവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ യാത് ബസ് കിടക്കുന്നത്? ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്നതാണ് ഈ സർക്കാർ. കേട്ടല്ലോ, വമ്പൻ ഹിറ്റ് തന്നെ. പ്രിയദർശിനി ബസ് കാത്ത് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവരുടെ കാര്യം ആമ്പലും കഞ്ഞിയും തന്നെ. അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സൗജന്യ ബസ് യാത്ര എന്ന നിലയ്ക്ക് ഏതെങ്കിലും ചെന്ന് ബസ്സിൽ കയറി കൊടുത്താൽ പോക്കറ്റ് കീറും. കാര്യം ഇന്നലെ വരെ ഓർഡിനറി ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നതിന് ഒറ്റയടിക്ക് 3 രൂപ മാറി സിറ്റി ഫാസ്റ്റ് ആയതാണ്. അതിനോടൊപ്പം സകല ബസ്സുകളിലല്ല, ഞങ്ങൾ ചില ഓർഡിനറി ബസ്സുകൾ വിടുന്നുണ്ട്. ആ ഓർഡിനറി ബസ്സുകളെ സംബന്ധിച്ചുള്ള ഓരോ ദിവസത്തെ ഈ പെരുപ്പിച്ച കണക്കുകൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തവന്മാരുള്ളത് കൊണ്ട് അതൊക്കെ എന്താണോ മേനോൻ മുഖ്യമന്ത്രി അങ്ങോട്ട് കൊടുക്കുന്നത് അതേപടി വച്ച് കാച്ചും. അല്ലാതെ അതിനെ സംബന്ധിച്ചുള്ള ആലോചനകളോ ഇത്രയും ബസ്സിനകത്ത് ഇത്രയും സ്ത്രീകൾ യാത്ര ചെയ്യുമെന്നോ, ആ ബസ്സുകൾ സ്ത്രീകളുടെ മാത്രം ബസ്സല്ല, പുരുഷന്മാർ കൂടി യാത്ര ചെയ്യുന്ന ബസ്സിൽ ഒരു ദിവസം ഇത്രയും സ്ത്രീകൾ സഞ്ചരിച്ചു എന്ന ബെഡായി കണക്കുകൾ പുറത്തേക്ക് വിടുമ്പോൾ അത് ഏറ്റുപിടിച്ച് അതേപടി വായ്ത്താരി ഇടുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ആ ബസ്സിന്റെ സേവനം വേണ്ടതുപോലെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല പാവപ്പെട്ടവരും ഇനിയിപ്പോ ആ ബസ് ഓടിക്കുന്നത് സതീശന് താല്പര്യമുള്ള പ്രിവിലേജ് ആയിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശന് വേണ്ടപ്പെട്ടവരുടെയൊക്കെ റൂട്ടുകളിലേക്ക് ആണെങ്കിൽ അവർക്ക് സൗജന്യം കിട്ടുന്നുണ്ടാകും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം അത്തരം ബസ്സുകൾ അവർക്ക് യാത്രയ്ക്ക് വേണ്ടി കിട്ടുന്നില്ല എന്നുള്ള റിയാലിറ്റിയാണ് ഏഷ്യാനെറ്റിലൂടെ പുറത്തേക്ക് വരുന്നത്. ഏഷ്യാനെറ്റിന്റെ കാര്യം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സതീശന് വേണ്ടി നിരന്നു നിന്ന് പ്രചരണം നടത്തിയിരുന്നവരാണ്. ആ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വല്ലാതെ പണിയെടുത്തവരാണ്. അവർ ഒന്നുകൂടി പൊലിപ്പിക്കാമെന്ന നിലയ്ക്ക് ചെന്നപ്പോഴാണ് ഈ പ്രതികരണം നാട്ടുകാരിൽ നിന്ന് കേൾക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അത് പറഞ്ഞിട്ടുണ്ടാവുക? അവർ പലകുറി ഈ പ്രചരണം കേട്ടുകൊണ്ട് ഈ ബസ്സിന്റെ സേവനത്തിന് പോയിട്ടുണ്ടാകും. അപ്പോഴെല്ലാം മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് ആ സേവനം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബസ് വരാത്തത് കൊണ്ടാണ് അവർക്ക് ഈ കലിപ്പ്. ആ കലിപ്പ് അവർ പ്രകടിപ്പിച്ചു, അത്ര തന്നെ. അതിൽ നിന്ന് നാട്ടുകാർ മനസ്സിലാക്കിക്കൊടു, ഇതൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എവിടെ എന്ന് ചോദിച്ചാൽ തപ്പി നോക്കേണ്ട അവസ്ഥ.